ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളുടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ നമ്മളുടെ വീട്ടിൽ ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ദേ ഇന്ന് നമ്മളുടെ പാവയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്ക കംപ്ലീറ്റ് പുഴു കുത്തുന്ന അവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കവറ് കുത്തി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കവറ് കുത്തണ്ട എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മളുടെ പാവയ്ക്കേനെ പുഴു കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഇനി ഒന്നും നോക്കിയില്ല, കവറ് കുത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ നല്ല ഫ്രഷ് പാവയ്ക്ക ആയതുകൊണ്ട് തന്നെ ഒരാവി കയറിയാൽ മതി, ടപ്പേന്ന് വെന്തും കിട്ടും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, വലിയ കയ്പോ ഒന്നുമില്ല കേട്ടോ. ഈ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും പച്ചമോരൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അതേപോലെയാണ് പാവയ്ക്ക തോരനാണെങ്കിലും അടിപൊളിയാണ്. ഇനിയും പാവയ്ക്ക വറുത്ത് നല്ല മുരുമുരാന്നാക്കി നല്ല കറുമുറാന്ന് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. പുട്ടുണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നിറയെ പഴമുണ്ട് കേട്ടോ. അപ്പോൾ പഴം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ പുട്ടാകുമ്പോൾ വലിയ കുഴപ്പക്കാരനല്ലല്ലോ ആവിയിൽ പുഴുങ്ങി എടുക്കുന്നത് കൊണ്ട്. അപ്പോൾ പുട്ടും പഴവും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മാവും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ പുട്ട് വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു. അത് വേറെ ആരും ഉദ്ദേശിച്ചല്ല, എന്നെ ഉദ്ദേശിച്ചാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് എല്ലാ ദിവസവും ഒന്നും പുട്ടൊന്നും പറ്റില്ല കേട്ടോ. ഒരു ദിവസം കഴിച്ച് പിറ്റേ ദിവസം പുട്ട് പറ്റില്ല. ഇവിടെ അങ്ങനെ ഉണ്ടാക്കില്ല, ഇടവിട്ട ദിവസങ്ങളിൽ ഉണ്ടാക്കും. പിന്നെ കുറച്ച് പഴമൊക്കെ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുഴയിലൊക്കെ ഉള്ളത് കൊണ്ടൊരു ആശ്വാസമുണ്ട്. കോഴിക്കും കൊടുക്കും കേട്ടോ നമ്മൾ, പഴം കുറച്ചധികം വന്നു കഴിഞ്ഞാൽ. പിന്നെ നമ്മളുടെ അടുത്തുള്ള ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം എന്താണ് നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. പൊട്ടറ്റോ ഇട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ദേ നമ്മളുടെ പറമ്പിൽ തന്നെ ഏത്തയ്ക്കയാണ് കേട്ടോ. ഏത്തയ്ക്ക കൊണ്ട് തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, ഏത്തയ്ക്ക കുഴയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏത്തയ്ക്ക കുഴയ്ക്കുന്നത് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ചക്ക നമ്മളുടെ പറമ്പിലില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചക്കയാണെന്ന് പറഞ്ഞ് ആശ്വസിച്ച് കഴിക്കുന്നത് ഈ ഏത്തയ്ക്ക കുഴച്ചതാണ് കേട്ടോ. ഏകദേശം രണ്ടും സെയിം ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഏത്തയ്ക്ക കുഴച്ചത് നല്ല എരിവും കുറച്ച് ആവശ്യത്തിന് വെളുത്തുള്ളിയൊക്കെ ഇട്ട് ജീരകമൊക്കെ ഇട്ട് ചതച്ച് ഒതുക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചിങ്ങെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് എരിവ് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ സൂപ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എരിവും ഉപ്പും ഒക്കെ പാകമായി കഴിഞ്ഞാലാണ് ഏത് കറിയും അടിപൊളിയാവുന്നത് അല്ലേ. അപ്പോൾ ഞാനാണ് കേട്ടോ ഇന്നിവിടെ അടുക്കള ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. മമ്മി അത്യാവശ്യം നമ്മളുടെ ഏത്തയ്ക്കൊക്കെ അരിഞ്ഞു തന്നു, അതേപോലെ നമ്മളുടെ പാവയ്ക്ക അരിഞ്ഞു തന്നു, പൊട്ടറ്റോ കട്ട് ചെയ്ത് തന്നു. അപ്പോൾ പിന്നെ എനിക്കെന്താണ് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സിമ്പിൾ ജോലികളേ ഉള്ളൂ കേട്ടോ ഇന്ന് എനിക്ക്. ചില ദിവസങ്ങളിൽ ഫുൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് പകുതി കൂടുതൽ ഹെൽപ്പ് മമ്മിയുടെ ആയിരുന്നു, ബാക്കിയാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദേ പാവയ്ക്കയൊക്കെ ഞാനൊരു കുഞ്ഞു ബൗളിലേക്കേ ഉള്ളായിരുന്നു, അതങ്ങോട്ട് മാറ്റി വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാവയ്ക്കയും പച്ചമോരും. അപ്പോൾ നമ്മൾ ആ പാവയ്ക്ക ഫ്രൈ ആക്കിയെടുത്ത ഫ്രൈ അല്ല, മെഴുക്കുവരട്ടി പോലെ ആക്കിയെടുത്ത് ആ പാത്രത്തിലിട്ടാണ് നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകുന്നത് കേട്ടോ. പാവയ്ക്ക അങ്ങനെ മെഴുക്ക് പുരട്ടുമ്പോഴത്തേക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതലിട്ട് മെഴുക്ക് പുരട്ടുന്ന ഒരു സംഭവമുണ്ട്. അത് സൂപ്പറാണ് കേട്ടോ. അതിവിടെ ഒന്നും ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴും അങ്ങനെയൊക്കെ ഒന്ന് കാട്ടി കൂട്ടാറുണ്ട് കേട്ടോ. ഞാൻ ഓവറായിട്ട് ഇട്ട് മുരിച്ചൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ മുരിച്ചെടുക്കുന്നതിനേക്കാളും ആവശ്യത്തിന് കുക്കാക്കി എടുത്ത് കഴിക്കുന്നതാണ് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതെന്നാണ് കേട്ടിരിക്കുന്നത്. വെജിറ്റബിൾസ് ഒന്നും ഇങ്ങനെ ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോഷക ഗുണങ്ങൾ പോകുന്ന മമ്മി പറയാറുണ്ട് കേട്ടോ. ഞാനെങ്ങും വായിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നും. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കിച്ചിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എന്നെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളുടെ സ്റ്റാൻഡിൽ വെച്ചാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്ക് ആരെങ്കിലും വീഡിയോ എടുത്തു തരുന്നതാണ് ഇഷ്ടം. പക്ഷേങ്കിൽ ആരും ഇല്ലാത്ത പക്ഷം സ്റ്റാൻഡിലാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ചിക്കൻ ആദ്യമേ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഉപ്പിൽ പറ്റിച്ചെടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ഒരു തവയ്ക്കകത്തിലോട്ട് ഇടും. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചോ. എന്നിട്ട് അതവിടെ കിടന്ന്
ആ വെള്ളം ഒന്ന് വറ്റി വറ്റി വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഗ്രേവി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലോട്ട് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം കുറച്ചുകൂടെ ഗ്രേവി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ വെച്ചിട്ട് അതിൽ നമ്മളുടെ സവോള ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം വിസിൽ കേൾപ്പിച്ചു. അപ്പോഴത്തേക്ക് നമ്മളുടെ സവോള ഉള്ളിയൊക്കെ വെന്ത് കുഴഞ്ഞ് നല്ല പോലെ ഗ്രേവി കിട്ടിയിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ചിക്കൻ കറിക്കൊരു മധുരമായിരുന്നു. അങ്ങനെ ഞാൻ നമ്മളുടെ പഴയ സ്റ്റൈലിൽ തന്നെ വെക്കാൻ തീരുമാനിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുത്താണ് കേട്ടോ. അരപ്പിന് ഇത്തവണ ഞാൻ മിക്കപ്പോഴും അരപ്പുണ്ടാക്കുമ്പോൾ എനിക്ക് പറ്റുന്ന ഒരു കാര്യം, ഒന്നീ എരിവ് കാണില്ല, അല്ലെങ്കിൽ ആ വെളുത്തുള്ളിയുടെയും ആ ജീരകത്തിൻ്റെയും ഫ്ലേവർ ഒന്നും കിട്ടില്ല കേട്ടോ. പക്ഷേങ്കിൽ ഇന്ന് ഉപ്പും എരിവും ജീരകത്തിൻ്റെ ഫ്ലേവറും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ല പാകമായിരുന്നു കേട്ടോ. അതിനേക്കാൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, മഞ്ഞൾപ്പൊടി ഒട്ടും കൂടിപ്പോയില്ല കേട്ടോ. നമ്മളുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന മഞ്ഞളായതുകൊണ്ടാണോ എന്നറിയില്ല, മഞ്ഞൾ പൊടിക്ക് ഇവിടെ ഭയങ്കര കളറാണ് കേട്ടോ. അതുകൊണ്ടൊരു പൊട്ട് പോലെ ഇട്ട് കൊടുത്താൽ മതി, അപ്പോഴത്തേക്ക് ഭയങ്കര കളറാണ് കേട്ടോ. എന്തെങ്കിലും ഒരു വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ പുറത്തുനിന്ന് നല്ല സൗണ്ടായിരിക്കും. നിങ്ങൾക്കും ഉണ്ടോ ഈ പ്രശ്നമെന്ന് പറയണം കേട്ടോ. നമ്മളുടെ വീട്ടിൽ ആളുണ്ടായിട്ടാണ് സൗണ്ടൊക്കെ കേൾക്കുന്നത്. എന്നിരുന്നാലും മറ്റൊരാൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അല്ലേ. എന്നിരുന്നാലും എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു ഐറ്റമും വേസ്റ്റ് ചെയ്യുന്ന എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളുടെ ജാറൊക്കെ കലക്കിയെടുത്ത് അതിലെ അരപ്പ് ഫുൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോഴത്തേക്ക് ആ വെള്ളവും കൂടെയൊക്കെ ആയിട്ട് നല്ലതുപോലെ, ഇനി അത്യാവശ്യം നമ്മളിപ്പോൾ അടുത്ത് ഇവിടെ തന്നെ നിൽക്കുവാണല്ലോ, കാരണം ചിക്കൻ്റെ പരിപാടി ഇനിയും കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് നമ്മൾ അടച്ചും തുറന്നും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അതിനെ പെട്ടെന്ന് അങ്ങ് ആക്കിയെടുത്താൽ മതി കേട്ടോ, അടുക്കി പിടിക്കാതെ. നമ്മളുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ഒന്നും അടുക്കി പിടിക്കില്ല. അല്ലെങ്കിൽ പാലിൻ്റെ കേസാണെങ്കിൽ പാല് തിളച്ച് പൊങ്ങത്തേയില്ല. നമ്മൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തല തിരിച്ചോ അപ്പം പൊങ്ങി എല്ലാം കൂടെ താഴെ വീഴും. അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും പറ്റുന്നൊരു പ്രശ്നമാണ് കേട്ടോ. ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളുടെ സ്റ്റൗ ആണെങ്കിലും ഇൻഡക്ഷൻ ഏരിയ ആണെങ്കിലും എല്ലാം നല്ല ക്ലീൻ ആക്കി വെക്കുന്ന ദിവസം നമ്മളുടെ പാല് തിളച്ച് എല്ലാം താഴെ വീണ് തേയിലയും എല്ലാം കൂടെ താഴെ പോകാറുണ്ട്. ഇത് ക്ലീൻ ആക്കുന്ന ദിവസം മാത്രം കണ്ടുവരുന്നൊരു കാര്യമാണ് ആ തിളച്ച് പൊങ്ങി താഴെ വീഴുന്ന ഒരവസ്ഥ. എന്നെപ്പോലെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ ചിക്കൻ കറിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ചിക്കൻ കറി പെർഫെക്റ്റ് ആകാനുള്ള ഏറ്റവും നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കടയിലെ മസാലപ്പൊടി ചേർക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വീട്ടിലുണങ്ങി പൊടിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊന്നും നമുക്ക് പറ്റാറില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തുള്ള മില്ലിനെ ആശ്രയിക്കാം. അത് അത്ര വലിയ മോശമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെ അടുത്തുള്ള ഫ്ലോർ മില്ലൊക്കെ ഉണ്ടല്ലോ, അവിടെ ഈ ഒരുപാട് പൊടികളൊക്കെ പൊടിച്ച് വിൽക്കാറുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള സംഭവങ്ങൾ. അവരത്ര വലിയ മായമൊന്നും ചേർക്കാറില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ഒരു അറിവും. നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ. ഇത്രയും നാൾ ഞാൻ ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാല, ചിക്കൻ മസാല ഒക്കെയാണ് കേട്ടോ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും ആ പൊടികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളുടേതായ രീതിയിൽ നമ്മളുടെ വീട്ടിൽ പൊടിച്ചതോ അല്ലോ മില്ലിൽ നിന്ന് മേടിപ്പിച്ച പൊടികളോ ഒക്കെ ഇട്ടുണ്ടാക്കി നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം പറയാതിരിക്കാൻ പറ്റില്ല. കുറേ നാൾ ഞാനൊരു ഫ്ലോപ്പ് ചിക്കൻ കറിയാണോ കഴിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ഇപ്പം നല്ല അടിപൊളി ചിക്കൻ കറിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് വരാറുണ്ട് കേട്ടോ. ഞാൻ എന്താ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടും. അതിനേക്കാളും കുറവ് നമ്മളുടെ കാശ്മീരി ചില്ലി ഇടും. ഇനിയിപ്പം ചിക്കൻ കറിക്ക് കുറച്ച് എരിവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പാണ്ടിമുളകിൻ്റെ പൊടി ചേർത്തോളൂ കേട്ടോ. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ മഞ്ഞൾ പൊടി, ഉപ്പ്, നമ്മളുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതുകൂടെ ഇടുക കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റുമ്പോൾ കുറച്ച് വെള്ളമോടൊന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ, കുറച്ച് വെള്ളം മാത്രം. എന്നിട്ട് ആ എണ്ണയിലിട്ട് ഇത് വഴറ്റി ആ മസാലപ്പൊടിയുടെ ഗ്രേവിയുടെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ചിക്കൻ അങ്ങോട്ട്, അതായത് ഈ ഉപ്പി പറ്റിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ നല്ല സെറ്റാണ്. സൂപ്പർ ചിക്കൻ ഫ്രൈയോ റോസ്റ്റോ ഒക്കെ ആയി കിട്ടും കേട്ടോ. ഇനിയും ചാറ് വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. ഏത്തയ്ക്ക
ഏത്തയ്ക്കാന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായോ? ഏത്തപ്പഴം ആയി കിട്ടുന്ന ഏത്തയ്ക്ക ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കല്ല് പോലെ ഇരിപ്പുണ്ട്. പക്ഷേ മമ്മി അരിഞ്ഞതായതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാം ഒരേ സൈസായിരുന്നു. എന്നിരുന്നാലും ഇടയ്ക്ക് ചെറിയൊരു വേവ് കുറവ് പോലുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ദേ ഒരു തോരനാണോ അതുമല്ല, കുഴയ്ക്കുന്ന പരുവാണോ അതുമല്ല, എന്നിരുന്നാലും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളുടെ ആരോഗ്യത്തിനും ഇതൊക്കെ തന്നെയാണ് കേട്ടോ നല്ലത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കറിയും ഇങ്ങനെ എന്തെങ്കിലും ഒരു കുഴച്ചതോ തോരനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറി ആണെങ്കിൽ നമ്മളുടെ ആരോഗ്യം അധികം നശിക്കാതിരിക്കുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പച്ചക്കറി കുറച്ച് കൂടുതലെടുക്കും, ചിക്കൻ ഒരു പീസേ എടുക്കുള്ളൂ. പക്ഷേ നമ്മളൊരു ചിക്കൻ കറിയും ചോറും മാത്രം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കൂടുതൽ പീസ് എടുത്തെന്നിരിക്കും, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സാലഡോ തോരനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാം. സാലഡും തോരനും പിന്നെ ഒരു പീസ് ചിക്കനും, അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ ചിക്കൻ കറി മാത്രം ചോറും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അറിയാതെ തന്നെ ചോറിൻ്റെ കൂടെ ചിക്കൻ കഴിച്ചു പോകും. ഇനിയും കൺട്രോൾ ചെയ്ത് കഴിക്കുന്നവരും കാണും കേട്ടോ. എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു തോരൻ, മെഴുക്കുവരട്ടി നമുക്കത്ര നല്ലതല്ല, കാരണം എണ്ണയാണല്ലോ അധികം. എന്നാലും മെഴുക്കുവരട്ടി, തോരൻ, ഒരു ചാറ് കറി, പിന്നെ ഇറച്ചിയോ മീനോ അങ്ങനെ എന്തെങ്കിലും എന്നും കാണും കേട്ടോ. ഇനി അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്നാലും ഉള്ളപ്പം നമ്മൾ ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു രീതി. അപ്പോൾ അതേ നമ്മൾ കുക്കറിനകത്ത് വെച്ചതേ ഉള്ളൂ, വിസിലൊന്നും കേൾപ്പിച്ചില്ല കേട്ടോ. കുക്കർ എടുത്തേ ഉള്ളൂ, അടച്ചു വെച്ചതോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ദേ ഉപ്പി പറ്റിക്കാൻ ഇവിടെ വെച്ചതാണ്. ദേ ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ടൈം ഉപ്പി പറ്റിക്കാൻ വെക്കുന്നതായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് നമ്മളുടെ ഗ്രേവി പെട്ടെന്നായിപ്പോയി കേട്ടോ. വീഡിയോയിൽ കണ്ടപ്പോൾ പെട്ടെന്നായില്ലെന്ന് തോന്നി, പെട്ടെന്നല്ല കുറച്ച് സമയം എടുത്താണ് ആയതെന്ന് തോന്നിയാലും സംഗതി ഇവിടെ പെട്ടെന്നായി കിട്ടിയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് അധിക സമയം വെക്കാതെ ടപ്പേന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ. അപ്പോൾ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയായി, നമ്മളുടെ വാഴയ്ക്ക, അതായത് നമ്മളുടെ ഏത്തവാഴയുടെ വാഴയ്ക്ക കുഴച്ചതായി, അതേപോലെ ദേ ചിക്കനും കിഴങ്ങും കൂടൊക്കെ ഇട്ട ഒരു റോസ്റ്റല്ല കേട്ടോ, കുറച്ച് ചാറിട്ട ഒരു ഗ്രേവി ടൈപ്പ്. ഒരുപാട് ചാറുമില്ല, എന്നാൽ ചാറും ഉണ്ട് എന്നൊരവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഒരു കറിയും കൂടെ ആക്കിയിട്ടുണ്ട് നമ്മളിന്ന്. പിന്നെ ഫ്രിഡ്ജിൽ എന്താണെങ്കിലും ഇന്നലത്തെ കുറച്ച് കറിയൊക്കെ ബാക്കി കാണും. അപ്പം അതുകൂടെയൊക്കെ നമ്മളൊന്നെടുത്ത് ചൂടാക്കും കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമ്മളുടെ വാഴയ്ക്ക കുഴച്ചതിന് നമുക്ക് കടുക് വറുക്കാം കേട്ടോ. പക്ഷേങ്കിൽ ഇന്ന് അതും വേണ്ടാന്ന് വെച്ചു. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ ഇച്ചിരി മടുത്ത് പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഈ എണ്ണയെല്ലാം കൂടെ കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇതൊന്നും എണ്ണയൊന്നും അധികം ബോഡിക്ക് കുഴപ്പമില്ലാത്തവർ എണ്ണ കടുക് വറുത്തോ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ വാഴയ്ക്ക കുഴച്ചിട്ടില്ലാത്തവർ കുഴച്ച് നോക്കണം. അതേപോലെ ദേ നമ്മളുടെ കടയിലെ മീറ്റ് മസാലയും ചിക്കൻ മസാലയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ, മുളക് പൊടി അതിനേക്കാളും കുറച്ച്, പിന്നെ ഗരം മസാലയും ഉപ്പും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് ദേ അധികം വെള്ളമൊന്നും ഒഴിക്കാതെ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഉപ്പി പറ്റിച്ച ചിക്കനൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചെറിയ രീതിയിലുള്ളൊരു ഗ്രേവി ടൈപ്പ് കറിയും കൂടെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം ഉച്ചക്കത്തെ ലഞ്ച് അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഇനി അടച്ചു വെക്കുകയാണ് കേട്ടോ. അവിടെ ഇരുന്ന് അതൊന്ന് വെന്തോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി തിരിച്ചും മറിച്ചു വിട്ട് കൊടുക്കാൻ മറക്കില്ല. അല്ലെങ്കിൽ നമ്മളുടെ കറി അവിടെ ഇരുന്ന് ചിലപ്പോൾ അടുക്കി പിടിച്ച് പോവും. പിന്നെ ഓരോ പാത്രത്തിൻ്റെയൊക്കെ ആണല്ലോ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ല, ഈ പാത്രം ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് എണ്ണയൊക്കെ ഒഴിക്കുന്ന കേസാണെങ്കിൽ അടുക്കി പിടിക്കില്ല കേട്ടോ. അപ്പം അതവിടെ ഇരുന്നോട്ടെ. വാഴയ്ക്കായും സെറ്റ്. വാഴയ്ക്കായും ഇടയ്ക്കിടയ്ക്ക് വെള്ളം വേണേ കുറച്ച് വാർന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ
ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ കുക്കിംഗ് വിശേഷങ്ങൾ. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നല്ലോ. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാം ചെയ്യുക കേട്ടോ.